ഓം പരാശരേശ്വരായ നമഃ. നിങ്ങൾ അസ്ട്രോളജിയിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ മിക്കവാറും ഗ്രഹപ്പയർച്ചി ഫലം നിങ്ങൾ നോക്കാറുണ്ടായിരിക്കും. ഇപ്പോൾ വ്യാഴം മെയ് മാസത്തിൽ വൃഷഭ രാശിയിലേക്ക് ട്രാൻസിറ്റ് ആവുകയാണ്. അങ്ങനെ വ്യാഴം ട്രാൻസിറ്റ് ആവുന്ന സമയത്ത് ഓരോരോ രാശിക്കാർക്കും ഓരോരോ ഫലം അത്തരത്തിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുകളിലും ടി വിയിലും ഒക്കെ കാണാൻ സാധിക്കും. എന്തിന് മാസികകളിലൊക്കെ കാണാൻ സാധിക്കും. ഇതൊരു 40% വരെ ശരിയായേക്കാം. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് രാശിക്ക് നഗരം തന്മയുണ്ട്. രാശിക്ക് അതായത് ചന്ദ്രന് മൂവിങ് പവർ ഉണ്ട്, നഗരം തന്മ. അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ട്രാൻസിറ്റിന്റെ ഫലം അറിയണമെങ്കിൽ ലഗ്നം നമ്മൾ എടുക്കേണ്ടതാണ്. അതുപോലെ ലഗ്നത്തെ ബേസ് ചെയ്ത് ഏതൊക്കെ ഭാവങ്ങളിൽ ഗ്രഹങ്ങളുണ്ടെന്ന് നമ്മൾ നോക്കണം, ഏതൊക്കെ രാശികളിൽ ഉണ്ടെന്ന് നോക്കണം. ട്രാൻസിറ്റ് നോക്കുമ്പോൾ ഏതൊക്കെ ഭാവങ്ങളിലല്ല, ഏതൊക്കെ രാശികളിൽ ഗ്രഹം നിൽക്കുന്നുണ്ടെന്ന് നോക്കിയാലേ നമുക്ക് ട്രാൻസിറ്റിന്റെ ഫലം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഏകദേശ ഫലം ഒരു 40% കിട്ടുമെന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾക്ക് മെയ് മാസത്തില് ഗുരു വൃഷഭത്തിലേക്ക് ട്രാൻസിറ്റ് ആവുകയാണ്. മേഷത്തിൽ നിന്ന ഗുരു വൃഷഭത്തിലേക്ക് ട്രാൻസിറ്റ് ആവുന്നു. വൃഷഭത്തിലേക്ക് ട്രാൻസിറ്റ് ആവുന്ന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ കൂറെന്ന് പറയും. അതായത് നിങ്ങളുടെ രാശി മേടക്കൂറ് ഇത്. അതിൽ അശ്വതി പറഞ്ഞ് കാർത്തികക്കാല നക്ഷത്രമുള്ളവർക്ക് ഒരു ബലം, ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകയിരത്തറ ഉള്ളവർക്ക് അടുത്ത ഫലം. ഈ തരത്തിലാണ് നോക്കണത്. ഇത് നോക്കുന്നതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. മേഷത്തിൽ നിൽക്കുമ്പോൾ വ്യാഴം 2-ല്, വൃഷഭത്തില് ലഗ്നത്തില്, മിഥുനത്തില് വ്യാഴം 12-ല്, കടകത്തില് വ്യാഴം 11-ല്, സിംഹത്തില് വ്യാഴം 10-ല്, കന്നിയില് വ്യാഴം 9-ല്, തുലാത്തില് വ്യാഴം 8-ല്, വൃശ്ചികത്തില് വ്യാഴം 7-ല്, ധനുവില് വ്യാഴം 6-ല്, മകരത്തില് വ്യാഴം 5-ല്, കുംഭത്തില് വ്യാഴം 4-ല്, മീനത്തില് വ്യാഴം 3-ല്, മേഷത്തില് വ്യാഴം 2-ല്. ഈ തരത്തിലേക്ക് വരും ട്രാൻസിറ്റ് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ സാധാരണ എടുക്കുന്ന എങ്ങനെയാ? വ്യാഴം 8-ല് പോയി, തുലാക്കാർക്ക് 8-ൽ പോയി പ്രശ്നം, ധനുക്കാർക്ക് 6-ൽ പോയി പ്രശ്നം, മിഥുനക്കാർക്ക് വ്യാഴം 12-ൽ പോയി പ്രശ്നം. അപ്പൊ തുലാം, മിഥുനം, ധനുക്കാർക്ക് പ്രശ്നം. ഒരു കാരണവശാലും ഇത് കറക്റ്റ് ആവാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല, ലോജിക്കലി ചിന്തിച്ചാൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിറ്റിൽ നിൽക്കുന്ന വ്യാഴം രാശി ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട്, ഭാവത്തിനുപരി രാശിയായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ഭാവങ്ങളിൽ വ്യാഴത്തിന്റെ സ്ഥിതിയോ ദൃഷ്ടിയോ വരുന്ന ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വ്യാഴത്തിന് ആ ഗ്രഹത്തിനെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. വ്യാഴം എന്ന് പറഞ്ഞാൽ ജീവകാരകനാണ്, ജീവകാരകൻ, ജീവനാണ്. ജീവ അംശമായ എനർജിയെ, പോസിറ്റീവായ എനർജിയെ വ്യാഴത്തിന് നൽകാൻ പറ്റും. ഏതൊരു ഗ്രഹത്തിനാണെങ്കിലും വ്യാഴം പോസിറ്റീവായ എനർജിയെ നൽകാൻ പറ്റും. ഗുരു പാർത്താൽ കോടി നന്മ എന്ന് പറയുന്ന മാതിരി ഗുരു ട്രാൻസിറ്റിൽ വരുമ്പോൾ ദൃഷ്ടി ചെയ്യുന്ന നിൽക്കുന്ന രാശിയായ ഇടവത്തിലും, പഞ്ചമദൃഷ്ടി 5-ാം ദൃഷ്ടി 5-ാം ഭാവദൃഷ്ടിയായിട്ടുള്ള കന്നിയിലും, 7-ാം ഭാവദൃഷ്ടിയായിട്ടുള്ള വൃശ്ചികത്തിലും, 9-ാം ഭാവദൃഷ്ടിയായിട്ടുള്ള മകരത്തിലും ഗ്രഹം നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്രഹത്തിന്റെ കാരകത്വത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നോട്ട് ദി പോയിന്റ്. വ്യാഴം വൃഷഭത്തിൽ വരുന്ന സമയത്ത്
കന്നിയിലൊരു ഗ്രഹം ഉണ്ടെങ്കിലോ, വൃശ്ചികത്തിലൊരു ഗ്രഹം ഉണ്ടെങ്കിലോ, മകരത്തിലൊരു ഗ്രഹം ഉണ്ടെങ്കിലോ, വൃഷഭത്തിലൊരു ഗ്രഹം ഉണ്ടെങ്കിലോ, ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിന്റെ കാരകത്വത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഗ്രഹകാരകത്വം. ഉദാഹരണം, ചൊവ്വയുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ഏതെങ്കിലും ചൊവ്വയുടെ കാരകത്വം ആയിട്ടുള്ള സ്ഥലം, ഭൂമി, കെട്ടിടം, ഇനി ജോലിയിലാണെങ്കിൽ തൊഴിൽ ലബ്ധി, പോലീസ്, പട്ടാളം മുതലായ കാര്യങ്ങളിലുള്ള ഇൻവോൾവ്മെന്റ്, സ്ത്രീകൾക്കാണെങ്കിൽ വിവാഹം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചൊവ്വയുടെ കാരകത്വം. നൂറുകണക്കിന് കാരകത്വം ഉണ്ട്, പെട്ടെന്ന് ഞാൻ പറഞ്ഞാണ്. ഈ കാരകത്വങ്ങളിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതിൽ പെട്ടതാണ് കോപം, ഷണ്ഠ, കലഹം, ശത്രുത, മുറിയല്, ആശുപത്രി കയറ്റം, സർജറി, വീഴ്ച, രക്തപ്പോക്ക്, ഹൃദയാഘാതം, ഇങ്ങനെയൊക്കെ കുറെ കാരകത്വം ഉണ്ട്. ഇത് നെഗറ്റീവ് പറഞ്ഞു. സ്ഥലം വാങ്ങിക്കാൻ പറ്റും, വാഹനം വാങ്ങിക്കാൻ പറ്റും, വീട് കെട്ടാൻ പറ്റും. നല്ല കാരകത്വം പറഞ്ഞു. അപ്പോ കാരകത്വങ്ങൾ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതനുഭവിക്കും എന്നുള്ളത് അടുത്ത വിഷയം. അപ്പൊ നിങ്ങളെ ലഗ്നം അറിയണം. ലഗ്നത്തിന്റെ എത്രാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാലേ ഇതെങ്ങനെ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാൻ പറ്റും. ട്രാൻസിറ്റ്. അപ്പൊ ചൊവ്വ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഉദാഹരണം, ധനുർ ലഗ്നമാണെങ്കിൽ ചൊവ്വ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴം ചൊവ്വയെ ഒന്ന് പവറാക്കും. പക്ഷെ ഇവിടെ ചൊവ്വ നിൽക്കുന്ന രാശി ശത്രുക്ഷേത്രമാണ്. അപ്പൊ ആ ശത്രുക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അത് ഏത് കാരകത്വത്തെ നൽകും എന്നൊരു കണക്കുണ്ട്. അത് ഞാനിവിടെ ഇവേഡ് ചെയ്യാണ്, കാരണം കുറച്ചുകൂടി ചിന്തിക്കേണ്ടി വരും നിങ്ങൾ. എങ്കിലും 10ല് ചൊവ്വ നിൽക്കുന്ന സമയത്ത് വ്യാഴം നോക്കുന്നത് കൊണ്ട് ഈ ചൊവ്വയുടെ 10ല്, നമുക്കിത് 10ലായതുകൊണ്ട് ഈ ചൊവ്വ 10ാം ഭാവത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട്, 10ാം ഭാവത്തെ ആളുമ ചെയ്യുന്ന ഗ്രഹമായതുകൊണ്ട് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി ചൊവ്വയ്ക്ക് വരുമ്പോൾ എന്തായാലും ഇത് പോസിറ്റീവായിട്ടുള്ള ചില ഫലങ്ങൾ ഉണ്ടാക്കും. വീട് വെക്കണം എന്നൊക്കെയുള്ള തോന്നൽ വരും. അതുപോലെ തന്നെ കെട്ടിടങ്ങൾ കെട്ടണം, വാഹനം വാങ്ങിക്കണം എന്നൊക്കെയുള്ള തോന്നൽ വരും. കേടായി കിടക്കുന്ന യന്ത്രങ്ങളും ഉപകരണങ്ങളും ഉണ്ട്, ശരിയാക്കണം എന്നുള്ള തോന്നൽ വരും. ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഫലം പറയണമെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും പറയണം. ഇവിടെ ജീവേന്ദുഷ്ണകര കുജസ്യ സൂറജ്ഞോ അരി സിദ്ധാർക്കി സമം എന്ന് പറയുമ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഈ ചൊവ്വയ്ക്ക് ഓപ്പോസിറ്റായ ഗ്രഹമാണ്. ഓപ്പോസിറ്റായ ക്ഷേത്രത്തിലാണ് ഈ ചൊവ്വ ഇരിക്കുന്നത്. അപ്പൊ ബുധൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആശ്രയനാഥൻ, അതായത് വീട് കൊടുത്ത ബുധൻ, ചൊവ്വയ്ക്ക് വീട് കൊടുത്ത ബുധൻ എവിടെ പോയി നിൽക്കുന്നതനുസരിച്ചിട്ടാണ് ഇതിന് എന്ത് കാരകത്വം ലഭിക്കുന്ന അറിയാൻ പറ്റുള്ളൂ. ശത്രുക്ഷേത്രം ആയതുകൊണ്ട് ശത്രുവിന്റെ സ്ഥലത്ത് നമ്മൾ പോയി പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അല്ലെ? നമ്മൾ ശത്രുവിന്റെ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫിയർഫുൾ ആയിരിക്കും. എന്ന മാതിരിയായിരിക്കും ഈ ചൊവ്വ. അപ്പൊ ചൊവ്വയുടെ ശക്തമായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവിനെ ഒന്ന് കുറയ്ക്കും എന്നുള്ളതാണ് കാൽക്കുലേഷൻ. ഇതിങ്ങനെ ഒത്തിരി കാൽക്കുലേഷൻസ് കണക്ട് ചെയ്ത് ചിന്തിച്ചാലേ ബലം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ വ്യാഴം ഇവിടെ നിൽക്കുന്നുണ്ടോന്നും പറഞ്ഞ് ഇതിപ്പോ 12ാം ഭാവത്തിൽ നിൽക്കണമെന്നും പറഞ്ഞിട്ട് അത് ബലത്തെ തരണമെന്നില്ല. ആക്ച്വലി ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഇവിടെ ഇവന്റെ വ്യാഴത്തിന്റെ ജീവന്റെ ലഗ്നം 1 ആണ്. ലഗ്നം, ആ സ്ഥിതി, 7ാം ദൃഷ്ടി, 5ാം പാർവൈ, 9ാം പാർവൈ. ഈ പാർവയ്ക്ക് തന്നെ വ്യത്യാസമുണ്ട്. 5ാം പാർവയ്ക്ക് ഒരു ബലവും 7ാം പാർവയ്ക്ക് ഒരു ബലവും 9ാം പാർവയ്ക്ക് വേറെ ബലവുമാണ്. കാരകത്വത്തെ കൊടുക്കുന്ന വേറെ ടൈപ്പിലാണെങ്കിലും ജീവൻ ആയ വ്യാഴം തന്റെ ശക്തിയെ ഇപ്പൊ ഇവിടെ ചൊവ്വയാണെങ്കിൽ ചൊവ്വയ്ക്ക് കൊടുത്തു. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. ഇനി ഇവിടെയൊക്കെ ഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യിക്കും. ഇവിടെ ബുധനായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പല നല്ല കാര്യങ്ങൾ നടന്നേനെ. 10ാം ഭാവത്തിൽ ബുധൻ ആഴ്ചവറ്റ് സ്വക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് വ്യാഴത്തിന്റെ ദൃഷ്ടി കിട്ടുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് ചെയ്യും. വ്യാഴത്തിന് ബുധൻ ശത്രുവാണെന്ന് അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ട്രാൻസിറ്റിൽ വരുമ്പോൾ
സുരേയി സൗമ്യ സിതാവരി എന്ന് പറയുന്ന പ്രമാണം ഇവിടെ ബാധകമല്ലാതായി തരും. ഇവിടെ എനർജി കൊടുക്കുന്നു എന്നുള്ളൂ, ജീവനാണ് ഇവിടെ. ട്രാൻസിറ്റിൽ വരുമ്പോൾ ഫലത്തെ അല്ല കൊടുക്കുന്നത്, എനർജിയെയാണ് കൊടുക്കുന്നത്, ജീവനെയാണ് കൊടുക്കുന്നത്. അപ്പോ വ്യാഴം ബുധനെ നോക്കിയാൽ ഗ്രഹച്ചേർക്ക എന്ന് പറയും, അതിനൊരു ഫലമുണ്ട്. ആ ഫലം നിങ്ങൾക്ക് കിട്ടും, പോസിറ്റീവായ ഫലം കിട്ടും. ബുധന്റെ കാരകത്വത്തെ ആക്ടിവേറ്റ് ആക്കും. നിങ്ങൾക്ക് ജ്യോതിഷത്തിൽ താല്പര്യം വരാം, ഗണിത കാര്യങ്ങളിൽ താല്പര്യം വരാം, ഇന്റലിജന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ വരാം. പിന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻസ്, പുതിയ മൊബൈൽ വാങ്ങിക്കാനോ ടി വി വാങ്ങിക്കാനോ എഡിറ്റിംഗ് മുതലായ കാര്യങ്ങൾ ചെയ്യുവാനോ ഏതെങ്കിലും കമ്പനി ചേഞ്ച് ആവാനോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വരാം. അത് വർക്കാവുകയും ചെയ്യും. എന്തായാലും ഈ ചന്ദ്രാല് ചിന്തിക്കുമ്പോൾ, ഇതിപ്പോ ലഗ്നാലാണ് പറഞ്ഞത്, ലഗ്നാല് വരുന്ന ഫലം ആക്ഷനായി മാറും. ചന്ദ്രാല് വരുന്ന ഫലം ചിന്തയിലാണ് വരുന്നത്, മനസ്സിലാണ് വരുന്നത്. ചന്ദ്രാല് വരുന്ന ഫലങ്ങള് ബോഡിയുമായിട്ട് കണക്ട് ആയാൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ തോന്നലുണ്ടാവും. പക്ഷെ ആ തോന്നല് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ലഗ്നവുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം. ലഗ്നവുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരോ തോന്നലുകൾ ഓരോ ദിവസവും നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് തോട്ട്സ് നിങ്ങൾക്ക് വരാം. ഒരു സെക്കൻഡിൽ 72 തോട്ട്സ് എന്നൊക്കെ പഴയ ആൾക്കാർ പറയും, 72,000 എന്നും പറയും ചിലർ. അപ്പോ ഈ ഗ്രഹങ്ങളെ കൊണ്ട് തോട്ട്സ് ഉണ്ടാക്കും. ഗ്രഹങ്ങളാണ് തോട്ട്സ് ഉണ്ടാക്കണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ മീറ്റ് ചെയ്യുന്ന പേഴ്സൺസ്, നിങ്ങൾ ചെല്ലുന്ന പ്ലേസസ്, നിങ്ങൾ കാണുന്ന തിങ്സ് എല്ലാം നിങ്ങൾക്ക് തോട്ട്സ് ഉണ്ടാക്കും. പക്ഷെ അതിനും പറയുന്നത് നിങ്ങൾക്കൊരു സ്ഥലത്ത് പോകാൻ തോന്നണമല്ലോ. പോയാലല്ലേ ആൾക്കാരെ കാണാനും മീറ്റ് ചെയ്യാനും സ്ഥലമായാലും പ്ലേസസ് ആയിട്ട് കണക്ഷൻ വരാനും തിങ്സ് ആയിട്ട് കണക്ഷൻ വരാനും പറ്റുള്ളൂ. അപ്പൊ ഈ പോകാൻ തോന്നിക്കുക എന്നുള്ളത് തന്നെ ഈ ചന്ദ്രൻ തോന്നിപ്പിക്കും. അപ്പൊ തോന്നിച്ച് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ആക്ഷൻ വരണമെങ്കിൽ ലഗ്നവുമായിട്ട് കണക്ഷൻ വരണം. അതുകൊണ്ടാണ് പറയുന്നത് ചാരവശാലുള്ള ഫലമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഫലം കൂടുതൽ നൽകുന്നത് ലഗ്നമാണ്. ചന്ദ്രൻ തോട്ട്സ് ലെവലിലെ ഫലം നൽകത്തുള്ളൂ എന്ന്. അപ്പൊ തോട്ട്സിനെ നമുക്ക് വേണമെങ്കിൽ റോങ് തോട്ട്സ് ആണെങ്കിൽ നമുക്ക് മാറ്റി, അപ്പൊ ഗ്രഹങ്ങള് പവർഫുൾ ആയിരിക്കണം, മൂന്നാം ഭാവമൊക്കെ പവർഫുൾ ആയിരിക്കണം. നമ്മുടെ ജാതകത്തിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ഗ്രഹങ്ങളും ലഗ്ന അധിപനും പവർഫുൾ ആയിരിക്കണം. ലഗ്നാധിപൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആയിട്ട് കണക്റ്റഡ്, നമ്മളുടെ തോട്ട്സ് ആയിട്ട് കണക്റ്റഡ്. ലഗ്നാധിപൻ പവർഫുൾ ആണ്, നമുക്ക് സ്വയമായിട്ട് ചിന്തിക്കാനുള്ള പവർ ഉണ്ടെങ്കിൽ ചന്ദ്ര ചാരഫലങ്ങളെയും ചന്ദ്രൻ കൊടുക്കുന്ന ഫലങ്ങളെയും നമുക്ക് ദുഷ്ഫലങ്ങളെ മാറ്റി നല്ല ഫലങ്ങളെ എടുക്കാൻ പറ്റും. അപ്പൊ ഈ ജാതകമൊക്കെ നോക്കുമ്പോൾ ഇതൊരു പോസിറ്റീവ് ലെവലിൽ എടുത്തിട്ട് നമ്മൾ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത എനിക്ക് വന്നേക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പോയി ചാടിയേക്കാം എന്ന് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കി നമ്മുടെ ലൈഫ് പോസിറ്റീവ് ആക്കാനായിട്ട് ഇത് സാധിക്കും. എന്നാൽ നിങ്ങൾ നെഗറ്റീവ് അടിച്ച് അയ്യോ ഈ കുഴപ്പം എനിക്ക് വരുമല്ലോ, പ്രശ്നമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആയി ജ്യോതിഷം നോക്കുന്ന കാര്യം കൊണ്ട് തന്നെ മെന്റലി ഡിപ്രസ്ഡ് ആവുകയും ലോ ഓഫ് നെഗറ്റീവ് അട്രാക്ഷൻ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും പതനത്തിലേക്കും കുഴിയിലേക്കും പ്രശ്നത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ജ്യോതിഷന്മാർ പറയുന്നു അങ്ങനെ ആവുക എന്നുള്ളത് തന്നെ നെഗറ്റീവ് ആവാനുള്ള കാരണം ഇത് തന്നെയായിട്ട് വരാമെന്നുള്ളതും കൂടി ചിലപ്പോൾ വരും. ബുധനെ നീചഗ്രഹങ്ങള് ദൃഷ്ടി ചെയ്യുക, വക്രഗ്രഹങ്ങളൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയത്തോ ട്രാൻസിറ്റില് ദുഷ്ടഗ്രഹങ്ങളോ പാമ്പൊക്കെ കടിച്ചാല് ബുധനെ രാഹുവൊക്കെ പവർഫുൾ ആയിട്ട് ദൃഷ്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഈ ജ്യോതിഷം കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് നോക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുഴപ്പം സംഭവിച്ചേക്കാം. അപ്പൊ നല്ല ജ്യോതിഷികളാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ ജ്യോതിഷം നോക്കി നെഗറ്റീവ് അടിക്കാതിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പോകാനുള്ളൊരു വഴിയായിട്ട് കാണുക. അതുകൊണ്ട് ജ്യോതിഷന്മാരോടും നമ്മൾ പഴയ കാലത്ത് ഞാനൊക്കെ പഠിക്കുമ്പോൾ പറയാറുണ്ട്, പരമാവധി നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഡയറക്റ്റ് കയറി അത് പറയാതെ അതൊക്കെ നെഗറ്റീവ്സിനെ വളഞ്ഞ വഴിക്ക് പിടിച്ച് ശ്രദ്ധിക്കാൻ പറയുകയും പോസിറ്റീവ്സിനെ കൃത്യമായിട്ട് നല്ലവണ്ണം പറഞ്ഞ് അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടുകയാണ് വേണ്ടത്. ഇറ്റ് വിൽ ലൈക്ക് ആസ് എ പോസിറ്റീവ് കൗൺസിലിംഗ്. അപ്പോൾ ഈ വ്യാഴത്തിന്റെ പയർച്ചി മെയിൽ നടക്കുന്ന സമയത്ത് 12 പോയെന്നും പറഞ്ഞിട്ടൊന്നും നിങ്ങൾ നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രഹങ്ങൾ ഏത് നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നുണ്ടെന്ന അടിസ്ഥാനത്തിലെ ഫലം കിട്ടുള്ളൂ. 8 പോയെന്നും പറഞ്ഞ തുലാലഗ്നക്കാരോ ധനുലഗ്നക്കാരോ 6 പോയെന്നും പറഞ്ഞിട്ടോ മിഥുന ലഗ്നക്കാർ 12 പോയെന്നും പറഞ്ഞിട്ടോ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതിനപ്പുറം ഇതിൽ വേറെ കാൽക്കുലേഷൻ ഉണ്ട്.
വ്യാഴം ഇപ്പോൾ ഇവിടെ വന്നിട്ട് കൃത്രികൈ നക്ഷത്രം കാർത്തികയുടെ രണ്ടാമത്തെ പാദത്തിലേക്ക് കയറി ഇരിക്കാനാണ് പോണത്. അവിടെ ചേഞ്ച് ആവുന്ന സമയത്ത്, ട്രാൻസിറ്റ് ആവുന്ന സമയത്ത്. അപ്പോ നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഗ്രഹം ഏത് നക്ഷത്ര കാലിൽ ഇരിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നക്ഷത്ര കാലിൽ ഇരിക്കുന്ന ഗ്രഹം എത്രാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും.